തൃശ്ശൂരിൽ സി പി എമ്മിന് എത്ര വോട്ട് ചോർന്നു എന്നത് വലിയ ചർച്ചയാണ്. കാരണം പൂരം കലക്കിയാണ് ബി ജെ പി ജയിച്ചതെന്ന് പൂരപ്പറമ്പ് പോലെ അല്ലെങ്കിൽ പൂരപ്പാട്ട് പോലെ പ്രശസ്തമായി കഴിഞ്ഞു, നാടെങ്ങും അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇടതുമുന്നണിക്ക് എത്ര വോട്ട് ചോർന്നു? സി പി എം കണക്കുകൾ നിരത്തുന്നത്, പുറത്തു പറയുന്നത് 16,000 വോട്ടുകൾ കൂടുതൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ വാസ്തവം അങ്ങനെ അല്ല എന്ന് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിലും പറയുന്ന കണക്കുകൾ കേട്ടാൽ ഞെട്ടിപ്പോകും. കാരണം ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകളാണ് ഇടതുമുന്നണിക്ക് ചോർന്നത്. കാരണം തൃശൂർ മണ്ഡലത്തിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്കായിരുന്നു മേൽക്കൈ. അതുപോലെ തന്നെ ജനകീയനായ സ്ഥാനാർത്ഥിയെയാണ് തൃശ്ശൂരിൽ നിർത്തിയതും. സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ജയിക്കുമെന്ന് തന്നെയായിരുന്നു സർവേ ഫലങ്ങളൊക്കെ. സുരേഷ് ഗോപി അങ്ങ് അത്ര കണ്ട് ജനപ്രിയനല്ല, താരമെന്ന അതായത് നടൻ എന്ന തരത്തിൽ കുറച്ച് വോട്ടുകൾ പിടിക്കും എന്നത് മാത്രമേ ഇടത് മുന്നണിയും അതുപോലെ തന്നെ UDF കരുതിയിരുന്നുള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഏകദേശം 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു. UDF വോട്ടുകളാണ് BJP പോയത് എന്നായിരുന്നു CPM ഒരു മറ സൃഷ്ടിച്ചത്. കാരണം നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, ഈ UDF അതായത് കോൺഗ്രസിന് ചോർന്നത്, വലതുമുന്നണിക്ക് ചോർന്നത് ആകെ 24,000-ഓളം വോട്ടുകൾ മാത്രമാണ്. ബാക്കി എല്ലാ വോട്ടുകളും BJP പോയത് CPM നിന്നാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വിശകലനത്തിൽ പറയുന്നുണ്ട്. കാരണം BJP കേരളത്തിൽ വളരണമെങ്കിൽ കോൺഗ്രസ് വിജയിക്കണം, നിയമസഭയിൽ കോൺഗ്രസ് തോൽക്കണം, CPM എപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു അന്തർധാര സജീവമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ ഫാക്ടർ വർക്ക് ചെയ്തിട്ടുമുണ്ട്. BJP ആളുകൾ എപ്പോഴും CPM അനുകൂലമായി വോട്ട് ചെയ്യും, ചിലയിടങ്ങളിലെങ്കിലും. അങ്ങനെ CPM അധികാരത്തിൽ വന്നാലേ കോൺഗ്രസിന് ക്ഷയമുണ്ടാവുകയുള്ളൂ. അത് മുതലെടുത്ത് മാത്രമേ BJP രണ്ടാമത്തെ ശക്തിയായി വളരാൻ കഴിയുകയുള്ളൂ എന്ന ഉറപ്പ് BJP ഒരു തവണ കൂടി അല്ലെങ്കിൽ അടുത്ത തവണ കോൺഗ്രസ് ആണ് ജയിക്കുന്നത്, ഈ ഒരു തവണ കൂടി CPM ഇപ്പോൾ ഇവിടെ തോൽക്കുകയാണെങ്കിൽ BJP പടുത്തുയർത്തിയ അല്ലെങ്കിൽ പ്രവർത്തിച്ചത് ഏകദേശം 30 വർഷത്തോളം പിന്നാക്കം പായും എന്നാണ് വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് BJP വോട്ടുകൾ CPM അല്ലെങ്കിൽ CPM വോട്ടുകൾ BJP പോകുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, CPM ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരുന്നു SNDP വോട്ടുകൾ. SNDP വോട്ടുകൾ ഒന്നടങ്കം തന്നെ നേരെ BJP പോയി. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനും BDJS സംഘപരിവാറിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ BDJS CPM നിന്ന് കൊഴിഞ്ഞു പോകുന്ന പാർട്ടി സഖാക്കൾ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ BDJS ചേക്കേറുന്നത്. ഇത് BDJS കരുത്തുറ്റതാക്കുന്നു. BDJS വോട്ട് NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ശക്തി പകരുകയും ചെയ്യുന്നുണ്ട്. CPM പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകളാണ്, അതായത് ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു വോട്ടുകളാണ് ഇങ്ങനെ ചിതറി CPM എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ നേരെ BJP പോകുന്നത്. ഇതുവരെ CPM കണക്കാക്കി വച്ചിരുന്നത് CPM ഇങ്ങനെ ലഭിക്കുന്ന വോട്ടുകൾ ഒരു പരിധിവരെ കുറേ വോട്ടുകൾ പാർട്ടിക്ക് തന്നെ ലഭിക്കും. ഇങ്ങനെ ചിതറിപ്പോകുന്ന വോട്ടുകൾ UDF BJP വിഭജിക്കപ്പെടും എന്ന തരത്തിലായിരുന്നു ചിന്ത. അത് CPM ഗുണം ചെയ്യും. കാരണം ചിതറിപ്പോകുന്ന വോട്ട് 2 പാർട്ടികളുമായി ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുകയില്ല, CPM വിജയിക്കുമെന്നായിരുന്നു ധാരണ. BJP അങ്ങനെ തന്നെ ഒരു ധാരണ പുലർത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ധാരണ പിഴയ്ക്കുന്നതാണ് കണ്ടത്. കാരണം കൂട്ടത്തോടെ 1.5 ലക്ഷം പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക. ഒരു ബൂത്തിൽ നിന്ന്, അതായത് നമ്മുടെ 140 നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ബൂത്തുകളിൽ നിന്ന്, ഒരു ബൂത്തിൽ നിന്ന് 150 മുതൽ 160 വോട്ടർമാർ വരെ, അതായത് CPM പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന 150, 160 പേർ വരുന്ന ആളുകൾ വരെ മാറി ചിന്തിച്ചു, മറുഭാഗത്തേക്ക് കൂറുമാറി. ഇവർ പോയത് കോൺഗ്രസിലേക്കല്ല, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വേണ്ടിയല്ല പോയത്, ഇവർ പോയത് BJP വോട്ട് ചെയ്യാനാണ്. കാരണം BJP കേന്ദ്രത്തിലുള്ള സുസ്ഥിര ഭരണം, അതുപോലെ തന്നെ BJP പുലർത്തുന്ന ചില കാര്യങ്ങൾ, മതവുമായി ബന്ധപ്പെടുത്തി, വിശ്വാസവുമായി ബന്ധപ്പെടുത്തി BJP നടത്തുന്ന മുന്നേറ്റം, ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ CPM അവരുടെ നിരീക്ഷണങ്ങളിലും അവരുടെ നിലപാടുകളിലും കനത്ത തിരിച്ചടി നേരിട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്ന CPM ഹിന്ദുത്വ പ്രീണനം തുടങ്ങിയിരിക്കുന്നത്. സംഘപരിവാർ അജണ്ടയ്ക്കൊപ്പം കേന്ദ്രത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് കേരളവും പിന്തുടരുന്നു. ഇത് വലിയ മാറ്റമാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ വോട്ട് ഇടതുമുന്നണിക്ക് ചോർന്നത് എന്ന് ചോദിച്ചാൽ പൂരം കലക്കൽ തന്നെയാണ്. പൂരം കലക്കിയതോടുകൂടി അവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിൻ്റെ CPM അതായത് ഇടതുമുന്നണിക്ക് ഒപ്പം നിന്ന ആളുകളുടെ ഒരു മനസ്സ് വ്രണപ്പെട്ടു. അവരുടെ വിശ്വാസമാണ്, പരമ്പരാഗതമായ ഒരു ആഘോഷമാണ് പൂരം. അത് തകർക്കപ്പെട്ടു. അത് സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സർക്കാരിൻ്റെ പോലീസ് മിഷനറിയാണ് അവിടെ ഇടപെട്ട് കുളമാക്കിയതെന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ ആ അർദ്ധരാത്രി സുരേഷ് ഗോപി അവിടെ എത്തുകയും ചെയ്തു.
BJP സ്ഥാനാർത്ഥി അവിടെ എത്തി തിരുവമ്പാടി ദേവസ്വത്തിലെ ആളുകളുമായി സംസാരിക്കുന്നു, അനുനയത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നാടകമാണെങ്കിൽ കൂടി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കൃത്യമായി BJPക്ക് കഴിഞ്ഞു. അവരുടെ ഇലക്ഷൻ തന്ത്രമാണെങ്കിൽ കൂടി കൃത്യമായി വോട്ട് നേടാൻ അവർക്ക് ആ പ്ലാനിങ്ങിലൂടെ കഴിഞ്ഞു. CPM ആകട്ടെ, CPM-നും ഇടതുമുന്നണിക്കും അവിടെ പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരുന്ന CPM വോട്ടുകൾ പോലും BJPയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ റിപ്പോർട്ടാണ്. സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റിയും ഇത് തന്നെ പറയുന്നു. അതുകൊണ്ട് മതനിരപേക്ഷമായ ഒരു മതഭക്തി വളർത്തിയെടുക്കണം. മതനിരപേക്ഷ, അതായത് ഇന്ന മതത്തിൽ തന്നെ കൂടുതൽ കേന്ദ്രീകരിക്കണമെന്നല്ല, മതനിരപേക്ഷമായ മതേതരമായ ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാ വിശ്വാസങ്ങളെയും തങ്ങളിലേക്ക് അടുപ്പിക്കണമെന്നൊക്കെ MV ഗോവിന്ദൻ മാസ്റ്റർ കീഴ് ഘടകങ്ങളിലേക്ക് അയച്ച സർക്കുലറിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ CPM BJPക്ക് വഴങ്ങിയതിൻ്റെ ഫലമാണ് തൃശ്ശൂരിലെ BJP വിജയം. തൃശ്ശൂരിൽ ചോർന്നത് 16,000 വോട്ടെന്ന മേനി പറച്ചിലല്ല, 1.5 ലക്ഷത്തോളം വോട്ടുകളാണ് ഇടതുമുന്നണിയിൽ നിന്ന് ചോർന്നത്. വലതുമുന്നണിക്കാകട്ടെ നഷ്ടപ്പെട്ടത് വെറും 24,000 വോട്ടാണ്. ശരിക്കു പറഞ്ഞാൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇടതുമുന്നണിയും പ്രത്യേകിച്ച് CPM-ഉം ആഭ്യന്തര വകുപ്പും പോലീസും ചേർന്നാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും റിപ്പോർട്ടിങ്ങിൽ കൃത്യമായി പറയുന്നുണ്ട്, അത് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.